യൊക്കെ അഭിവന്യ ഗുരു, ആയിരക്കണക്കിന് ഫൈദിമാരുടെ ഉസ്താദും 10 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുമായി സമൂഹത്തിനും സമുദായത്തിനും സമസ്തക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഉറവ പറ്റാത്ത ഒരു പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ. ജീവിതത്തിൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി സേവനം ചെയ്യുകയും സമസ്തയുടെ ഖിദ്മത്തുകളിൽ വ്യാപൃതരാവുകയും വൈജ്ഞാനികമായ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്. ഉസ്താദിനെ ഓർക്കുമ്പോഴും ഉസ്താദിനെ കുറിച്ച് പറയുമ്പോഴും ആദ്യമായി നമുക്ക് ഓർമ്മ വരുന്നത് മൻ തവാല റഫഅഹുല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ റഫഅഹുല്ലാഹ്, അള്ളാഹു അവനെ ഉയർത്തുമെന്ന തിരുനബിയുടെ പരിശുദ്ധമായ വചനമാണ് ആദ്യമായി ഓർമ്മയിലെത്തുന്നത്. ഉസ്താദ് വലിയ വിനയത്തിൻ്റെ ഉടമയായിരുന്നു, വലിയ തായ്മയുടെ ഉടമയായിരുന്നു. എല്ലാവരോടും പുഞ്ചിരിച്ച്, ആരോടും വിദ്വേഷമില്ലാതെ, സ്നേഹത്തോടെ, ഒരു കുഞ്ഞിൻ്റെ നൈർമല്യതയോടെ, നിഷ്കളങ്കതയോടെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരു വലിയ മഹാമനീഷിയായിരുന്നു ആലിക്കുട്ടി ഉസ്താദ് എന്ന് ഉസ്താദിനെ പറ്റി നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. ഉസ്താദിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഇതര മതസംഘടനകളുടെ നേതാക്കൾ, സമസ്തയിൽ നിന്ന് ഭിന്നിച്ചു പോയവരാവട്ടെ അല്ലാത്തവരാവട്ടെ, സമസ്തയുമായി അനുഭാവം പുലർത്താത്ത സംഘടനാ നേതാക്കൾ പോലും ശൈഖുന ആലിക്കുട്ടി ഉസ്താദിനെ പറ്റി കുറിച്ചിട്ടത് ഒരിക്കലും അനാവശ്യമായി, ഒരിക്കലും വെറുപ്പുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന ഒരു വാക്കുപോലും സംസാരിക്കാത്ത വ്യക്തിത്വം എന്നായിരുന്നു. കലാപ കലുഷിതമായ 1989 സാഹചര്യത്തിൽ പോലും മറ്റുള്ളവരുടെ മനസ്സിന് വേദനിപ്പിക്കുന്നതോ മറ്റുള്ളവരുടെ ഹൃദയത്തെ നോവിക്കുന്നതോ ആയ ഒരു വാക്കുപോലും സംഭവിക്കാത്ത ഒരു പണ്ഡിതൻ എന്ന് ഇതര സംഘടനകളുടെ നേതാക്കന്മാർ പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇത് ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവ മഹിമയാണ്. ഉസ്താദിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടുകൂടെ പെരുമാറി, കാണുന്നവരോടൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന വലിയ ഒരു പെരുമാറ്റം. അതുകൊണ്ടാണല്ലോ വലിയ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥർ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും എന്ന് പറയുന്നത്. ഉസ്താദിൻ്റെ ജീവിതത്തിൽ അത് തന്നെയായിരുന്നു നമ്മൾ ഉടനീളം കണ്ടത്. ഒരു വലിയ പണ്ഡിതനാണ് എന്നതിൻ്റെ ഗരിമയില്ല, എളിമ മാത്രമാണ് ഉസ്താദിനുണ്ടായിരുന്നത്, വിനയം മാത്രമാണ് ഉണ്ടായിരുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ഒരു വിരിപ്പ് വിരിച്ച് അതിൽ കിടന്നുറങ്ങി. എളിമ എങ്ങനെയാണ് ഒരു മനുഷ്യന് കാണിക്കാൻ കഴിയുക എന്ന് നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതമായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ജാമിഅ നൂരിയയിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദിൻ്റെ സബുക്കുകൾ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആവേശമായിരുന്നു, വലിയ ഒരു ആഹ്ലാദമായിരുന്നു ഉസ്താദിൻ്റെ സബുക്കിലിരിക്കുക എന്ന് പറഞ്ഞാൽ. കവിതയുടെ താളാത്മകതയോടെ, ഉസ്താദിൻ്റെ പ്രത്യേക ശൈലിയിൽ, ഉസ്താദിൻ്റെ പ്രത്യേക രീതിയിൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഓരോ ഹദീസും വിശദീകരിക്കുമ്പോൾ ഹദീസുകളിൽ പറയുന്ന അപൂർവ പേരുകളും അപൂർവ മലകളും നാടുകളും ഒക്കെ നമ്മുടെ കേരളീയ പരിസരത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാടുകളിലെ ചുറ്റുഭാഗത്തുമുള്ള നെമ്മിനി മലയും കൊടികുത്തി മലയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഉദാഹരണങ്ങളിലൂടെ ഹദീസിൻ്റെ ആഴങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹത്തായ ഉടമയായിരുന്നു ഉസ്താദ് അവറുകൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ മുമ്പ് തന്നെ, ഭിന്നിപ്പിന് മുമ്പേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിലെത്തി, പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി ഈ സമൂഹത്തിന് വേണ്ട, ഈ സമുദായത്തിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഉസ്താദ് അവറുകൾ നിർവഹിച്ചു എന്നത് നമുക്ക് അഭിമാനകരമായ
വസ്തുതയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വയസ്സിൽ തന്നെ സ്വന്തം നാട്ടിൽ ഖതീബായും 20-ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിലെ ഖാദിയായും അവരോധിതനാകാൻ ഉസ്താദിന് സാധിച്ചു എന്നത് ആ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത കേടുകളാണ്. ഉസ്താദിന്റെ ജീവിതം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു ആഗോള മുഖം നൽകാൻ ഉസ്താദിന് സാധിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഇവിടങ്ങളിൽ ഒതുങ്ങി നിന്ന കാലത്ത് സമസ്തയുടെ നിലപാടുകളെ, സമസ്തയുടെ തീരുമാനങ്ങളെ, സമസ്തയുടെ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളെ ഇതര അറേബ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഉസ്താദ് വളരെ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയും. ഉസ്താദ് പറയാറുണ്ട്, ശംസുൽ ഉലമയുടെ ഈ മക്കൾ അവർ വിവിധങ്ങളായ ലോകത്തേക്ക് എത്തണം, ആഫ്രിക്കയിലേക്ക് എത്തണം, ഏഷ്യയിലേക്ക് എത്തണം, ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശംസുൽ ഉലമയുടെ ഈ ആശയം പ്രചരിപ്പിക്കണമെന്ന് ഉസ്താദ് പലപ്പോഴും തന്റെ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട്. ശംസുൽ ഉലമ ഉസ്താദിന്റെ ജീവനായിരുന്നു. ഉസ്താദിന്റെ ഏത് പ്രഭാഷണത്തിലും ശംസുൽ ഉലമയെ പറയാതെ, ശംസുൽ ഉലമയുടെ മക്കളെ പറയാതെ ഉസ്താദ് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നത് നമ്മളൊക്കെ കേട്ടതാണ്, നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഓരോ പ്രഭാഷണങ്ങളും സാഗൂതം ശ്രദ്ധിച്ചവർക്ക് അതൊക്കെ മനസ്സിലാവുന്നതുമാണ്. ഉസ്താദ് അവറുകൾ പട്ടിക്കാട് ജാമിഅ നൂരിയയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഉസ്താദിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നത് മഹാനായ ശൈഖുന ശംസുൽ ഉലമയാണ്. ജവാമിയിലെ ഒരു ഭാഗം, ആ ഭാഗമായിരുന്നു ശംസുൽ ഉലമ ഉസ്താദിനെ കൊണ്ട് വായിപ്പിച്ചത്. അവിടെ ഖാലൽ ആമിദിയു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉസ്താദ് മീമിന് ഖസ്ർ കൊടുത്തുകൊണ്ട് വായിച്ചു. സാധാരണഗതിയിൽ പണ്ഡിതന്മാർക്കിടയിൽ ആമിദി എന്ന് പറയുന്ന മീമിന് ലൊമ്മ കൊടുത്ത് വായിക്കണം എന്ന ഒരു പൊതുധാരണയുണ്ടായിരുന്നു. എന്നാൽ ഉസ്താദ് അവറുകൾ ആമിദിയു എന്ന് ഖസ്ർ കൊടുത്ത് വായിച്ചപ്പോൾ ശൈഖുന ശംസുൽ ഉലമ ഉസ്താദിനോട് ഇന്റർവ്യൂവിൽ ചോദിച്ചു, എവിടെ നിന്നാണ് അത് അങ്ങനെ വായിക്കണം എന്ന് നിനക്ക് കിട്ടിയത്? ആമിദിയു എന്ന് വായിക്കണം എന്ന് എവിടെ നിന്നാണ് അത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഖാന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ആമിദി എന്ന് വായിക്കണം എന്ന് ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ ശൈഖുന ശംസുൽ ഉലമ ചോദിച്ചു, നീ എവിടെ നിന്നാണ് എന്ന്. ആ ഒരൊറ്റ ചോദ്യത്തിലുണ്ടായിരുന്നു, ശംസുൽ ഉലമയുടെ ആ ഒരൊറ്റ ചോദ്യത്തിലുണ്ടായിരുന്നു ഉസ്താദിന്റെ പാണ്ഡിത്യത്തിനുള്ള അംഗീകാരം. ആ പാണ്ഡിത്യത്തിന്റെ അംഗീകാരം പിന്നീട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് വ്യാപിച്ചു. റാബിത്തയിൽ ചെന്നു. UAE-യിലെ അബൂദാബിയിലെ പണ്ഡിതന്മാരെ, അവിടുത്തെ മുഫ്തികളെ വരെ തിരുത്തുന്ന സാഹചര്യത്തിലേക്ക് ഉസ്താദിന്റെ വൈജ്ഞാനിക മണ്ഡലം വികസിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഉംറക്ക് പോയ ബഹുമാനപ്പെട്ട ഉസ്താദ് കുറച്ച് കിതാബുകളൊക്കെ അന്വേഷിക്കണം, കുറച്ച് കിതാബുകളൊക്കെ നോക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ റാബിത്തയുടെ ഹെഡ് ഓഫീസും മറ്റുമൊക്കെ സന്ദർശിക്കുന്നതിനിടയിലാണ് അവിടെയുള്ള പണ്ഡിതന്മാർ ഒരു ഇൻഡോർ ചർച്ച നടത്തുന്നത്. ഇൻഡോർ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് മിനയിൽ കെട്ടിടം പണിയാമോ എന്നതായിരുന്നു. ഹജ്ജാജിമാർക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി മിനയിൽ കെട്ടിടം പണിയാമായിരുന്നോ എന്നതായിരുന്നു അവിടെ റാബിത്തയിലെ പണ്ഡിതന്മാർക്കിടയിൽ അന്നു നടന്നിരുന്ന ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഹജ്ജിന്റെ സമയത്ത് താമസ സ്ഥലം ഒരുക്കാൻ വേണ്ടി മിനയിൽ കെട്ടിടം പണിയട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ ഒരു ഹദീസുണ്ട്. ആ ഹദീസിനെ ഉപോത്ഭകമായി, ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് അവിടെ ചർച്ച നടക്കുന്നത്. തിരുനബിയോട് അന്ന് രാത്രി സ്വഹാബത്ത് വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരാണോ ആദ്യം എത്തുന്നത് അവർക്കുള്ളതാണ് മിന എന്നായിരുന്നു. ഈ സംഭവവും ചർച്ചയും നടക്കുന്നതിനിടയിൽ അവിടേക്ക് കയറി ചെന്ന ഉസ്താദ്, എനിക്ക് പറയാൻ അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവസരം കൊടുക്കുകയും ഉസ്താദ് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി മറുപടി പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, അവരോട് പറഞ്ഞത് മിനയിൽ താമസമൊരുക്കുന്നതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയത്. താമസമൊരുക്കുന്നതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കിയത്. നേരെ മറിച്ച് ഹജ്ജാജിമാർക്ക് സൗകര്യപ്പെടാൻ വേണ്ടി, ഹജ്ജാജിമാർക്ക് താമസിക്കാൻ വേണ്ടി അവിടെ കെട്ടിടം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല എന്ന്
ഹദീസിന്റെ ശുറൂഹുകൾ വിശദീകരിച്ചുകൊണ്ട് പ്രമാണബദ്ധമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് അവിടെ സമർത്ഥിക്കുകയുണ്ടായി. അത് അവിടെയുള്ള പണ്ഡിതന്മാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അവർ ഉസ്താദിനോട് ഓരോരോ സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുകയും പിന്നീട് റാബിത്തയുടെ സ്ഥിരം ക്ഷണിതാവായി ഉസ്താദ് മാറുകയും ചെയ്തു. ഈ കേരളക്കരയിൽ നിന്ന്, തിരൂർക്കാട്ടിൽ നിന്ന് ലോകത്തെ വിസ്മയിച്ച ഒരു പണ്ഡിതനായി മാറുകയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്. പലപ്പോഴായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉസ്താദ് അവറുകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ റാബിത്തയുടെ പ്രബന്ധാവതാരകരിൽ ഒരാൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായ ഒരു ആശയം അവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ ഉസ്താദ് അവറുകൾ അതിനെ നിശിതമായി വിമർശിക്കുകയും അതിനെ ശക്തമായി എതിർക്കുകയും ഹദീസുകളുടെ പിൻബലത്തോടുകൂടെ ആ സംഭവം ശരിയല്ല എന്ന് സമർത്ഥിക്കുകയും ചെയ്തു. നമുക്കത് ഉസ്താദിന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഉസ്താദ് അതിനെ സംബന്ധിച്ച് പിന്നീട് പറഞ്ഞത്, ആ സമയത്ത് ഹദീസുകളും ആയത്തുകളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഒരു മിന്നായം പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നായിരുന്നു. പിന്നീട് റാബിത്തയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഒരു വികലമായ ആശയത്തെ എതിർക്കാൻ വേണ്ടി ഉസ്താദ് നേടിയെടുത്ത ആത്മവിശ്വാസത്തെക്കുറിച്ച് ഉസ്താദ് പിന്നീട് പറഞ്ഞത്. 2012 UAE ഔഖാഫിന് കീഴിലെ റമദാൻ അതിഥികളായി ഉസ്താദ് കേരളത്തിൽ നിന്ന് വിശിഷ്ടാതിഥിയായി പോയിരുന്നു. അങ്ങനെ ആ ആതിഥേയത്തിനിടയിൽ അടിയന്തരമായ ഒരു യോഗം ഔഖാഫിന് കീഴിൽ, അബുദാബിയിലെ ഔഖാഫിന് കീഴിൽ നടന്നു. വളരെ വലിയ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ ദഅ്വാ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരു പ്രഭാഷകൻ എഴുന്നേറ്റ് നിന്ന് ഖുതുബ, വെള്ളിയാഴ്ചയിലെ ഖുതുബ അത് പരിഭാഷപ്പെടുത്തണം, അത് പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എഴുന്നേറ്റ് നിൽക്കുകയും വളരെ കൃത്യമായി അബുദാബി ഔഖാഫിന്റെ മുമ്പിൽ, UAE ഔഖാഫിന്റെ മുമ്പിൽ വളരെ കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് അറബി ഭാഷയിൽ തന്നെ വെള്ളിയാഴ്ച ഖുതുബ പാരായണം ചെയ്യണമെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഉസ്താദ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും സമസ്തയുടെയും ആശയങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും വേര് ഊന്നി നൽകിയത്. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, സമസ്തയുടെ ആശയങ്ങൾ ഉസ്താദ് അവറുകൾ എല്ലാ കാലത്തും എല്ലാവരോടും സൗമ്യമായി ശാന്തമായി തന്നെ ഉസ്താദ് അവറുകൾ പറഞ്ഞു. ഉസ്താദിന്റെ നിലപാടുകളുടെ കരുത്തതായിരുന്നു. ഉസ്താദിന്റെ മരണം നമുക്കൊക്കെ പാഠമാണ്, വലിയൊരു പാഠം. വ്യാഴാഴ്ച ഉച്ചയ്ക്കു ശേഷം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ചയുടെ മഹത്വം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്കു ശേഷം തന്നെ ആരംഭിക്കുന്നതാണ്. വ്യാഴാഴ്ച ഏകദേശം 3 മണിയോടെ തൻ്റെ ഖാദിമിനെ വിളിച്ച് ഒരൽപ്പം പഴവും വെള്ളവും കുടിച്ച് ഖാദിമ് ചൊല്ലിക്കൊടുത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 4 പ്രാവശ്യം അക്ഷരസ്ഫുടതയോടുകൂടെ ചൊല്ലി കണ്ണുകളടച്ച് ഉസ്താദ് അവറുകൾ ലോകത്തോട് വിട പറഞ്ഞു. പുഞ്ചിരിച്ചു കിടക്കുന്ന ആ മുഖം നമ്മൾ കണ്ടതാണ്. തെളിമയോടെ, വെണ്മയോടെ തിളങ്ങി നിൽക്കുന്ന, പുഞ്ചിരിച്ചു കിടക്കുന്ന ആ മുഖം നമ്മളൊക്കെ ദർശിച്ചതാണ്. അതിൻ്റെ മുമ്പിൽ ഒരു പാഠമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അത് ഉമ്മത്തിന്റെ ഈമാനിന് കാവതിരിക്കാൻ വന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം സത്യത്തിന്റെ കൂടെയാണ്. ഈ പ്രസ്ഥാനം ഹക്കിന്റെ മേലിലാണ് എന്ന വളരെ വലിയ സത്യം വിളിച്ചു പറയുന്നതായിരുന്നു ഉസ്താദിന്റെ ജനാസയും ഉസ്താദിന്റെ വഫാത്തുമെന്ന് നമുക്കൊക്കെയും അടിയുറപ്പിച്ച് പറയാൻ കഴിയും. അള്ളാഹു ഉസ്താദിനോടൊപ്പം നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ.